മോഡിയുടെ അന്തകൻ കൊടുങ്കാറ്റായിട്ട് ഇത് അപ്പുറത്ത് വന്നിട്ടുണ്ട്. അരവിന്ദ് കേജ്രിവാൾ. ഇഡിക്ക് കനത്ത തിരിച്ചടി, BJPക്ക് കനത്ത തിരിച്ചടി. നരേന്ദ്രമോദിയുടെ മുഖം വിവർണമായി. എങ്ങനെയാണ് ഈ കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്? ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ, സാധാരണക്കാരൻ്റെ നേതാവ് അരവിന്ദ് കേജ്രിവാൾ, ആം ആദ്മികളുടെ നേതാവ് അരവിന്ദ് കേജ്രിവാൾ, BJPക്ക് എല്ലാ കാലഘട്ടത്തിലും അവരുടെ പൂമുഖത്ത് തന്നെ നിന്ന് ഭീഷണി ഉയർത്തിയിരുന്ന കേജ്രിവാൾ പിടിച്ചകത്തിട്ടു. പക്ഷേ അതൊരു കൊടുങ്കാറ്റായിരുന്നു. അഴികൾ തകർത്ത്, ജയിലഴികൾ തകർത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് നല്ല തിരിച്ചടി. കോടതി ചോദിച്ചു എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന രീതിയിൽ. എല്ലാ വിധത്തിലുള്ള തന്ത്രങ്ങളും 7 നിലയ്ക്ക് പൊട്ടി മുഖം വിവർണമായിട്ട് നരേന്ദ്രമോദി. ദില്ലി മദ്യനയ കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മനസ്സുകൾ, അത് യൂറോപ്യൻ മനസ്സുകളല്ല, അമേരിക്കൻ മനസ്സുകളല്ല. ഇതിനു മുൻപ് ഇതേപോലെ ഒരാളെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ജയിലിലിടുമ്പോഴും ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും പൂർവാധികം ശക്തി ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും സംഭരിച്ചിട്ടാണ് ആ വൃദ്ധൻ പുറത്തേക്ക് വന്നിരുന്നത്. അതും ആം ആദ്മി പാർട്ടിയുടെ നേതാവ് തന്നെയാണ്. അന്നത്തെ ആം ആദ്മി, സാധാരണക്കാരുടെ നേതാവ്. 3 പീസ് സൂട്ടിട്ട് അത്ഭുതങ്ങളും വിസ്മയങ്ങളും പത്രാസുകളും കാണിച്ച് നടന്നിരുന്ന ആളല്ല അർദ്ധനഗ്നനായിട്ടുള്ള ഫക്കീർ. ഇങ്ങനെ ഒരാൾ അന്ന് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ അത്ഭുതപ്പെട്ടു പോകും, വാ പൊളിച്ചു പോകുമെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ, അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിൽ വന്നു. ചമ്പാരൻ സമരം, കർഷകന്മാരുടെ ഒപ്പം, അതുപോലെ ഉപ്പു സത്യാഗ്രഹം വരെ. അതിൻ്റെ ഇടയിൽ ഒരുപാട് സമരങ്ങൾ. ആ സമരങ്ങൾ അത്രയും ബ്രിട്ടീഷുകാർക്ക് നേരെയാണെന്ന് മനസ്സിലാക്കണം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് നേരെ. ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അവർക്കെതിരെ സമരമോ? ഗാന്ധി സമരം നടത്തി. ഗാന്ധിയെ പിടിച്ചു, ഗാന്ധിയെ ജയിലിലിട്ടു. പക്ഷെ ഗാന്ധി പറഞ്ഞു ഇതിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർക്ക് നേരെ ഒരു ചെറുവിരൽ പോലും അനങ്ങരുത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാതന്ത്ര്യ സമരമല്ല, സത്യാഗ്രഹ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭൂമികയിൽ സത്യം വിളയാടുമോ അതറിയാൻ വേണ്ടി ഞാൻ സമരം നടത്തുന്നത്. അടി തല്ലും കൂടിയിട്ട് 6000 പട്ടാളക്കാരെ നുള്ളിയെടുത്ത് പറഞ്ഞയക്കാമായിരുന്നു അന്നത്തെ ഇന്ത്യൻ വിപ്ലവകാരികൾക്ക്. മഹാത്മാഗാന്ധി സമ്മതിച്ചില്ല. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഒരിക്കൽ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു, വീണ്ടും വരുന്നു, വീണ്ടും അവിടേക്ക് തിരിച്ചയക്കുന്നു, വീണ്ടും വരുന്നു. അവസാന ദിവസം മജിസ്ട്രേറ്റ് ചോദിച്ചു, നിങ്ങൾക്ക് പിഴ ചുമത്താൻ പോവുകയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, യുവർ ഓണർ, ഐ ഡോണ്ട് ഹാവ് എ സിംഗിൾ പെനി വിത്ത് മീ. പിഴ ചുമത്തിയിട്ട് എന്താണ് കാര്യം? ഞങ്ങളിൽ ഒന്നുമില്ല, ഞങ്ങൾക്ക് രാജ്യമില്ല, വീടില്ല, കൂടില്ല, എല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ. മജിസ്ട്രേറ്റ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പം ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന്. അന്ന് വെറുതെ വിടുകയാണ് ഉണ്ടായത്. ആ ഒരു സംഭവത്തിൽ ഒരിക്കൽ പറഞ്ഞത്, അദ്ദേഹം രാജസ്ഥാനത്തോട് സഹകരിക്കുന്നുണ്ട്, രാജസ്ഥാനത്തോട് സഹകരിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യ സമരത്തോടും സഹകരിക്കുന്നുണ്ട്. ഓരോ അറസ്റ്റും അദ്ദേഹത്തെ ശക്തനാക്കുകയാണ്. കാരണം ഇന്ത്യൻ സാഹചര്യത്തിൽ അദ്ദേഹം സാധുവാണ്, സന്യാസി തുല്യനാണ്. അർദ്ധനഗ്നായിട്ടുള്ള ഫക്കീർ, അത് അദ്ദേഹത്തിന് പതിപ്പിച്ച് കിട്ടിയ ഏറ്റവും മഹത്തായിട്ടുള്ള പേരാണ്.
ഭാരതരത്നം എന്നുള്ള പേര് പോലെ. ആ പരിവേഷം ജനഹൃദയ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായി അദ്ദേഹത്തിന് വാഴാൻ അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു. പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരൊറ്റ വെടിയുണ്ടുകൊണ്ട് അദ്ദേഹത്തെ തീർക്കാമായിരുന്നു. ഓരോ ജയിൽവാസവും ഗാന്ധിയുടെ ഓരോ ജയിൽവാസവും അദ്ദേഹത്തെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള ശേഷികളെ പ്രോജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ അരവിന്ദ് കേജ്രിവാൾ തലയിലൊരു മഫ്ലറുമായിട്ട് കിടന്നിരുന്ന ഒരാൾ, 350 രൂപയുടെ ഒരു ഷർട്ടും 450 രൂപയുടെ ഒരു പാൻറ്റും കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തെ കള്ളനാക്കി, കൊള്ളക്കാരനാക്കി, ചമ്പൽ കൊള്ളക്കാരനാക്കി, മാൻസിംഗ് ആക്കി മാറ്റി, ഗബ്ബർ സിംഗ് ആക്കി മാറ്റി, ജയിലിൽ കൊണ്ടിട്ടു. പക്ഷേ എനിക്ക് നേരിട്ടറിയാം, അവിടെയുള്ള അമ്മപ്പെങ്ങന്മാർ പറയുന്നു, ഞങ്ങൾക്ക് വൈദ്യുതി കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് കാറ് വേണ്ട, പറക്കാൻ ഫ്ലൈറ്റ് വേണ്ട, ലോകം നമ്മൾ ചുറ്റി നടന്ന് കാണണ്ട, അടിസ്ഥാന സൗകര്യമാണ്, ഫണ്ടമെന്റൽ റിക്വയർമെന്റ്സ്, അത് ഞങ്ങളുടെ കേജ്രിവാൾ ഞങ്ങൾക്ക് തരുന്നുണ്ട്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയുള്ള കേജ്രിവാൾ വാഴുന്നത് ഡൽഹിയിലുള്ളവരുടെ ഹൃദയത്തിലാണ്. ആയതുകൊണ്ട് ഒരിക്കൽ അദ്ദേഹത്തെ ഇതുപോലെ പിരിച്ചുവിട്ടു. അവിടെ പിരിഞ്ഞുപോയി എന്നാണ് വിചാരിച്ചത്. തിരിച്ചു വന്നത് 61 സീറ്റിൽ 60 സീറ്റും കരകതമായിട്ട് അങ്ങനെ എന്തോ ഒരു അവസ്ഥയിൽ, അതായത് 100% വിജയമായിട്ട് തിരിച്ചു വന്നു. ഡൽഹിയിലെ പൂമുഖത്ത് നിന്നുകൊണ്ട് അപ്പുറത്ത് മോഡി കാലത്ത് വന്ന് സൂര്യനെ നോക്കിയിട്ട് പ്രണാമം ചെയ്യാൻ നിൽക്കുമ്പോൾ ആ പ്രണാമം ഏറ്റുവാങ്ങാൻ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കേജ്രിവാൾ. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഡൽഹിയുടെ ഭരണം BJPക്ക് കിട്ടില്ല. നോക്കിയതാണ് കിട്ടാൻ വേണ്ടിയിട്ട്, പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള അവരുടെ സിസ്റ്റം വെച്ചുകൊണ്ട്, അട്ടിമറികൾ വെച്ചുകൊണ്ട്. പക്ഷെ ആ കളികളൊന്നും ബ്രിട്ടീഷുകാരുടെ ഒരു കളിയും നമ്മുടെ അപ്പൂപ്പൻ്റെ മുമ്പിൽ നടന്നില്ലല്ലോ. അതുപോലെ മോഡിയുടെ ഒരു കളിയും കേജ്രിവാളിൻ്റെ മുമ്പിൽ നടന്നില്ല. പിന്നെ ഒരു പ്രചാരം അഴിച്ചുവിട്ടു, മോഡിയുടെ വലങ്കൈയാണ്, മോഡിയുടെ പിണിയാളാണ്, മോഡിയുടെ ബി ടീമാണ്. ഒന്നും ആയിരുന്നില്ലെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. കേജ്രിവാൾ പുറത്തേക്ക് വരികയാണ്. ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണി, INDIA എന്ന് പറഞ്ഞാൽ ഇന്ത്യ, വിസർജനം TV-ക്കാർ അതിനകത്തുള്ള ഉണക്കച്ചുള്ളികൾ പറയണ പോലെ ഇന്ത്യയല്ല, അതാ അവിടെ അണ്ടി. NDA എന്നുള്ളത് എടുത്ത് ഫ്രണ്ടിലിട്ട് നോക്കൂ, AND എന്നായി, അണ്ടി, അത് അവരാ. പക്ഷെ ഇത് ഇന്ത്യയാണ്, ഇന്ത്യ പ്രൊനൗൺസിയേഷൻ അറിയില്ല. ആ പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമുള്ള ഒരുത്തരും ഇല്ലല്ലോ ഈ ചാണക പാർട്ടിയിൽ. ഏതായാലും ഇനി ഇദ്ദേഹത്തിൻ്റെ വരവ്, അദ്ദേഹത്തെ തേച്ച് മിനുക്കി ഒരച്ചൊരച്ച് സ്വർണത്തിന് മാറ്റുകൂട്ടുന്നത് അങ്ങനെയാണ്. അത് ഒരച്ചൊരച്ച് ഊതിക്കാച്ചി, ഒരച്ചൊരച്ച് അവസാനം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാവിനെ കൊണ്ട് ജയിലിലിട്ടു. മോഡിജി, നിങ്ങൾ നേടിയോ അതോ നിങ്ങൾ കോടിയോ? നിങ്ങൾക്ക് നേട്ടമുണ്ടായോ കോട്ടമുണ്ടായോ? കാലം തെളിയിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ സംഭവിക്കാൻ പോണെന്ന്. 400 സീറ്റ് ഇപ്പം ഇല്ലല്ലോ, നിങ്ങൾ തന്നെ പറയുന്നില്ലല്ലോ. 300 സീറ്റ്, അത് പറയാൻ ധൈര്യമുണ്ടോ? 200 സീറ്റെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ദ്രവിച്ചു പോയില്ലേ? കാരണം എന്താണ്? നിങ്ങളുടെ കയ്യിലിരിപ്പ്. എല്ലാം അറിയാൻ ഇവിടെ ജനങ്ങളുണ്ട്, എല്ലാം അറിയുന്നവരാണ് അവർ. പണ്ടത്തെ പോലെ കാട്ടുവാസികളൊന്നുമല്ല ഇവിടെ, എല്ലാവരും അറിയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ സോമാലിയ കേരളത്തിൽ എല്ലാവരുടെയും തലയ്ക്കകത്ത് ചാണകമില്ല. അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട് ഇവിടെ, കൊഞ്ഞാണന്മാർ, ചെമ്പുകോഴിയെ പോലെ. അവർക്ക് അതുപോലെ തന്നെ അടിച്ചു മാറ്റുകയും ചെയ്യും. ജൂൺ 4-ാം തീയതി അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യമാവും. ഇനി നിങ്ങൾ കേരളത്തിലേക്ക് വരൂല്ല, വന്നാടം കൊണ്ട് മതിയായിട്ടുണ്ട്. 4, 5, 8 തവണയല്ലേ വന്നത്. കക്കൂസ ഉദ്ഘാടനം, കല്യാണ ഉദ്ഘാടനം, തീണ്ടാരി ഉദ്ഘാടനം ഒക്കെ ആയിട്ട്, നാട്യക്കേസായിട്ട്. BJPക്കാർ തന്നെ പറയാൻ പോയി, ഇയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അതോ തൃക്കൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ എന്ന് ചോദിക്കാൻ തുടങ്ങി ആൾക്കാർ. ഏതായാലും കേജ്രിവാൾ ഇനി അവിടെ മമതാ ബാനർജിയുണ്ട്, അതുപോലെ തന്നെ സ്റ്റാലിനുണ്ട്, ഇവിടെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, സോണിയാഗാന്ധിയുണ്ട്, എല്ലാത്തിനും മേലെയായിട്ട് രാഹുൽ ഗാന്ധിയുണ്ട്. ഇനി അതുക്കും മേലെ
അതുക്കും മേലെയുള്ള ഒരു പ്രചാരകനായിട്ട് കൊടുങ്കാറ്റായിട്ട് വരികയാണ് അരവിന്ദ് കേജ്രിവാൾ. 20 ദിവസത്തേക്കാണ് അദ്ദേഹത്തിന് ജാമ്യം. 20 ദിവസം കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ കിട്ടും. ഒരാഴ്ചയ്ക്ക് എക്സ്റ്റൻഷൻ കിട്ടും. ആ എക്സ്റ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെ ജയിലിലേക്ക് മടങ്ങണം. അപ്പോഴേക്കും ഇവിടെ എന്ത് സംഭവിക്കും? അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് സമ്മർദ്ദം ചെലുത്തി ജയിലിൽ കൊണ്ടിട്ട് ആളുകൾ മുഴുവൻ എയറിലോട്ട് കയറും. എയറിലോട്ട് കയറുമ്പോൾ ഒരാൾ ഹിമാലയത്തിലേക്ക് പോകും. എന്തിനാ? ഓം. അതാണ് സംഭവിക്കാൻ പോകുന്നത്. 180 180 180. ഞാൻ എല്ലാ ഭാഷയിലും പറയാൻ കാരണം തെറ്റി വരണ്ട. അതിൽ നിന്നും ഒരു സീറ്റ് പോലും BJPക്ക് കിട്ടില്ല. ദക്ഷിണേന്ത്യ മുഴുവൻ കാലിയാക്കി അവരുടെ സ്വയം കൃതാനർത്ഥം അവരുടെ പെരുമാറ്റം കൊണ്ട് ദക്ഷിണേന്ത്യ മുഴുവൻ കാലിയാക്കി. ഇവിടെ BJP പടം മാത്രമേ ഉള്ളൂ. BJP കാരില്ല, കുറെ പടം മാത്രം. കേരളത്തിൽ കുറെ നേതാക്കന്മാർ മാത്രം. പിന്നെ കുറെ നേതാക്കന്മാരെ പിടിച്ചുകൊണ്ടിരും, തലവെട്ടിക്കൊണ്ടിരിക്കുക. മൂട് യഥാർത്ഥത്തിലുള്ള പാർട്ടിയുടെ വികാസം ജനഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇതുപോലെ ഡൂക്കിലി നേതാക്കന്മാരെ പിടിച്ചുകൊണ്ടിരും. അവർക്ക് അണികളില്ല. അവർ വരുമ്പോൾ ഞാനും എൻ്റെ 2 ലക്ഷം അണികളും കൂടി ചേരാൻ പോകാമെന്നും പറഞ്ഞു. നമ്മുടെ ഇയാളുടെ പേരെന്താണ്? PC ജോർജയ്ക്കും ചെയ്ത പോലെ. പക്ഷെ എത്ര പേരെ കിട്ടി? 2 വോട്ട് കിട്ടി. PC ജോർജിൻ്റെയും PC ജോർജിൻ്റെ മകൻ്റെയും. അവരുടെ വീട്ടിലെ വോട്ട് പോലും കോൺഗ്രസിനാണ് പോവുക. കാലാകാലങ്ങൾ അവർക്കല്ലേ വോട്ട് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള ചുളുക്ക് വിദ്യകൾ, അത് വെച്ചുകൊണ്ടുള്ള കളികൾ ഇന്ന് അവരെ തന്നെ അവതാളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും BJPയുടെ ഗതി മേലോട്ടല്ല താഴോട്ടാണെന്ന് അവർക്ക് തന്നെ ബോധ്യമായി കഴിഞ്ഞു. പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ. എന്തിനു വേണ്ടിയിട്ട്? അവർക്കൊന്നേ പറയാനുള്ളൂ, രാമക്ഷേത്രം സംരക്ഷിക്കാൻ, ബാബറി മസ്ജിദ് വരാതിരിക്കാൻ, പാകിസ്ഥാൻകാർ പടകം പൊട്ടിക്കാതിരിക്കാൻ. ഇന്ത്യയിൽ കോൺഗ്രസ് ജയിക്കുമ്പോൾ പാകിസ്ഥാൻകാർ കൈ ഉയർത്തി ജയ് വിളിക്കും. എത്ര പ്രാവശ്യം ജയ് വിളിച്ചിട്ടുണ്ട്? ഇന്ദിരാഗാന്ധി ജയിച്ചിട്ടുണ്ട് 2-3 വട്ടം. മൊറാർജി ദേശായി ജയിച്ചിട്ടുണ്ട് 2-3 വട്ടം. മൊറാർജി ദേശായി ജയിച്ചിട്ടുണ്ട്. VP സിംഗ് ജയിച്ചിട്ടുണ്ട്. ഇവിടെ അവരുടെയും പാരമ്പര്യം കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ്. അതിനുശേഷം രാജീവ് ഗാന്ധി ജയിച്ചിട്ടുണ്ട് ഇവിടെ. ഈ സമയത്തേക്ക് പാകിസ്ഥാൻകാരാണോ പടക്കം പൊട്ടിച്ചത്? സ്വയം അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത് മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾ? ഭാരതീയരെ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത് നരേന്ദ്രമോദി നിങ്ങൾ? ഇന്ത്യയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, उत्तर में देखो, दक्षिण में देखो, पश्चिम में देखो, पूर्व में देखो, यू कैन सी കോൺഗ്രസ്. ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താണെങ്കിൽ പോലും ലോകത്തിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓഫീസുകളുള്ളത് പോസ്റ്റ് ഓഫീസ്, ടെലിഗ്രാഫ്, എല്ലായിടത്തും പോസ്റ്റ് ഓഫീസ് ഉണ്ട്. എല്ലായിടത്തും കോൺഗ്രസിൻ്റെ ഓഫീസും ഉണ്ട്. കാലങ്ങളെ കൊണ്ട് വന്ന ന്യൂനതകളെ കൊണ്ട് ഇന്നവർ പ്രണയമുള്ള പ്രതാപം പക്ഷെ അത് വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ? വെറുമൊരു 350 രൂപയുടെ ടീഷർട്ട്, വെള്ള ടീഷർട്ടും ഒരു കൊളസ പാൻറ്റും ഇട്ടുകൊണ്ട് ജോഡോ യാത്ര നടത്തിയല്ലോ. സ്നേഹത്തിൻ്റെ കടകൾ തുറക്കാൻ വേണ്ടി യാത്ര നടത്തിയല്ലോ. അതും ഒരു ഗാന്ധി തന്നെ. ആളുകളുടെ മനസ്സ് അങ്ങോട്ടാണ് ഇപ്പോൾ. ഞങ്ങൾക്ക് വേണ്ടത് രാമക്ഷേത്രമല്ല, രാമക്ഷേത്രമാകാം. 1 10 കൂടിയാകാം. ലക്ഷോപലക്ഷം രാമക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ മേലെ 10 രാമക്ഷേത്രം കൂടി വന്നാലും കൂടി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടത് മറ്റൊന്നു കൂടിയുണ്ട്, സമാധാനം. സ്വച്ഛന്തമായിട്ടുള്ള, സുഭദ്രമായിട്ടുള്ള, സുലളിതമായിട്ടുള്ള ഒരു ജീവിതം. ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നുള്ള ഉറപ്പ് അത് തരാൻ കഴിയുമോ നരേന്ദ്രമോദി? നിങ്ങൾക്കത് തരാൻ കഴിയുമോ? കഴിയില്ല. 10 കൊല്ലം കൊണ്ട് നിങ്ങൾ അതാണ് സ്ഥാപിച്ചെടുത്തത്. ഞങ്ങളുടെ പെൺമക്കൾ പുറത്തുപോയാൽ തിരിച്ചു വരുന്നുള്ള ഉറപ്പ് തരാൻ കഴിയുമോ നിങ്ങൾക്ക്? അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. അത് തരാൻ നിങ്ങൾക്ക് കഴിയില്ല. അടുത്ത മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയെ നിങ്ങൾ കുട്ടിച്ചോറാക്കുന്ന എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇതുവരെ ചെയ്തു തന്നെയാണല്ലോ നിങ്ങൾ അടുത്ത മാൻഡേറ്റിലും ചെയ്യാൻ പോകുന്നത്. ആയതുകൊണ്ട് നിങ്ങൾക്കില്ല ഞങ്ങളുടെ വോട്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദക്ഷിണേന്ത്യക്കാർ നേരത്തെ പ്രഖ്യാപിച്ചു. ഉത്തരേന്ത്യക്കാരും ഓരോ ഭാഗങ്ങളിൽ എന്തിനേറെ ഗുജറാത്തിൽ പോലും വെട്ടിക്കുറച്ചു കഴിഞ്ഞു. വോട്ട് ചെയ്തിട്ടില്ല ആൾക്കാരവിടെ.
അരവിന്ദ് കെജ്രിവാള് നിങ്ങളുടെ അന്തകനായിട്ടാണ് പുറത്തു വരുന്നത്. കൊടുങ്കാറ്റായിട്ടാണ് പുറത്തു വരുന്നത്. തടയാമെങ്കിൽ തടയൂ, തടയാനാകുമെങ്കിൽ തടഞ്ഞോളൂ. അതിൻ്റെ ഇമ്പാക്റ്റ്, ആ കൊടുങ്കാറ്റ് നിങ്ങളുടെ BJP കൂടാരത്തിന് വരുത്തി വയ്ക്കുന്ന നാശനഷ്ടങ്ങൾ, ഡിസാസ്റ്റർ, അത് കാണാം 12 മണിക്ക്. ഇന്നല്ല, ജൂൺ 4 12 മണിക്ക് കാത്തിരിക്കാം.